എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഈ പുതിയൊരു ടെക്സ്റ്റ് കിട്ടിക്കാണുമെന്ന് ഞാൻ വിചാരിക്കണു. നമ്മുടെ 10ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിൻ്റെ സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ഇപ്പോൾ ഒരുവിധം എല്ലാവർക്കും കിട്ടിക്കാണും. അതിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മളിപ്പോൾ തുടങ്ങാൻ പോണത്. തൊടുവരകൾ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഇംഗ്ലീഷ് മീഡിയംകാർ ടാൻജൻസ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. തൊടുവരകൾ. നമ്മളിപ്പോൾ ഓൾറെഡി സർക്കിളുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ലൈൻസ് പഠിച്ചു കഴിഞ്ഞു. കുറേ വരകൾ നമുക്കറിയാം. വൃത്തത്തിലെ ഏതൊക്കെ വരകളാണ്? ഈ തൊടുവരകൾ എന്ന് കേട്ടിട്ടില്ലെങ്കിലും ബാക്കി കുറച്ച് വരകളൊക്കെ നമുക്കറിയാം. ഇതെന്താണ്? ഈ ലൈൻ എന്താ വിളിക്കുക? ഇതാണ് ഞാൻ, അല്ലേ? ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് പോകുന്ന നേർവര, അതാണ് ഞാൻ എന്ന് പറയുന്നത്. ഇനി ഏറ്റവും വലിയ ഞാനാണ് ഈ കാണുന്നത്. അതായത് എന്താണ്? വ്യാസം. കേന്ദ്രത്തിൽ കൂടി കടന്നു പോകുന്ന ഞാനാണ് എന്ത്? വ്യാസം എന്ന് പറയുന്നത്. ഈ വ്യാസമാണ് ഏറ്റവും വലിയ ഞാൻ. ഇപ്പോൾ വൃത്തത്തിലെ എങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ വരച്ചാലും ഏറ്റവും വലുത് എന്തായിരിക്കും? വ്യാസമായിരിക്കും. ഇനി ഇതെന്താണ്? ഒരു കേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിൽ ഒരു ബിന്ദുവിലേക്കുള്ളത്. ഇതാണ് എന്ത്? ആരം അഥവാ റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും വരകൾ നമുക്ക് പരിചിതമായ വരകളാണ്. ഇനി ഇതൊന്നും പരിചിതമല്ലാത്തൊരു വരയുണ്ട്. പക്ഷേ ഈ വരയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് വൃത്തത്തിൻ്റെ അകത്തേക്ക് വരില്ല, ഇത് അതിൻ്റെ പുറത്ത് വരുള്ളൂ. അപ്പോൾ ഇത് വൃത്തത്തിലെ വരയാണോ? വൃത്തത്തിലെ വരയാണ്. വൃത്തത്തിലെ ഒരൊറ്റ ബിന്ദുവിൽ മാത്രം ഇത് ടച്ച് ചെയ്യുള്ളൂ. ഇതിപ്പോൾ ഇവിടെ നോക്കിയേ, ഈ ഒരു ബിന്ദുവിൽ മാത്രം ടച്ച് ചെയ്താണിത് വരച്ചിരിക്കുന്നത്. കണ്ട ഈ ഒരു വര, ഈ വര ഒരിക്കലും വൃത്തത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് അല്ലെങ്കിൽ വൃത്തത്തിൻ്റെ അകത്തേക്ക് കടക്കില്ല. ഈ വര എപ്പോഴും സർക്കിളിൻ്റെ പുറത്തായിരിക്കും. ഒരൊറ്റ ബിന്ദുവിലെ സർക്കിളിൽ ഒരൊറ്റ പോയിന്റിൽ ഈ ലൈൻ ടച്ച് ചെയ്ത് അങ്ങ് പോവുകയാണ്. ഈ ഒരു വരയുടെ പേരാണ് എന്ത്? ടാൻജൻറ്റ് അഥവാ തൊടുവര. ഈ തൊടുവര എന്നുള്ള പേരിൽ തന്നെയുണ്ട്. ഇതൊരു വരയാണ്, ജസ്റ്റ് തൊട്ടു പോകുന്ന ഒരു വര. ആരെ തൊട്ടു പോകുന്നു? സർക്കിളിൻ്റെ ഒരു ബിന്ദുവിനെ മാത്രം, ഒരു പോയിന്റിനെ മാത്രം തൊട്ട് പോണതാണ് ഈ ടാൻജൻറ്റ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇനി ഇവിടെയൊക്കെ അപ്പോൾ എത്ര ടാൻജൻറ്റ് നമുക്ക് വരയ്ക്കാൻ പറ്റും? നമുക്ക് ഇഷ്ടം പോലെ ടാൻജൻറ്റുകൾ സർക്കിളിൽ വരയ്ക്കാം. കാരണം എത്ര അധികം ബിന്ദുക്കളുണ്ട് ഒരു സർക്കിളിൽ? ഇൻഫിനിറ്റ് നമ്പർ ഓഫ്, അതായത് അനന്തമായ എണ്ണം ബിന്ദുക്കളാണുള്ളത്. അപ്പോൾ ആ ഓരോ ബിന്ദുവിനും ഇങ്ങനെ ടാൻജൻറ്റ് നമുക്ക് വരയ്ക്കാം. അപ്പോൾ എന്താണ് ടാൻജൻറ്റ്? അതൊരു സ്ട്രെയിറ്റ് ലൈനാണ്, അല്ലേ? ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. ടച്ചസ് എക്സാക്ട്ലി അറ്റ് വൺ പോയിൻ്റ് ഓൺ ദ സർക്കിൾ. വൃത്തത്തിലെ ഒരൊറ്റ ബിന്ദുവിൽ മാത്രമാണ് അത് തൊടുന്നത്. ഈ വര എന്ന് പറയുന്നത് തൊടുന്നത് എവിടെയാണ്? വൃത്തത്തിൽ ഒരൊറ്റ ബിന്ദുവിൽ മാത്രം. ഇറ്റ് നെവർ കംസ് ഇൻ ടു ദ ഇൻറ്റീരിയർ ഓഫ് ദ സർക്കിൾ. ഇതൊരിക്കലും സർക്കിളിൻ്റെ ഉള്ളിലേക്ക്, വൃത്തത്തിൻ്റെ അകത്തേക്ക് കയറുന്നില്ല ഈ വര എന്ന് പറയുന്നത്. ഇതെപ്പോഴും വൃത്തത്തിൻ്റെ പുറത്തായിരിക്കും. പക്ഷെ വൃത്തത്തിൻ്റെ ഒരു ബിന്ദുവിൽ ഇത് ടച്ച് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് എന്ത്? തൊടുവരകൾ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നോക്കിയേ. വൃത്തത്തിലെ ഒരു ബിന്ദുവിലൂടെയുള്ള തൊടുവര ആ ബിന്ദുവിലൂടെയുള്ള വ്യാസത്തിന് ലംബമാണ്. എന്താണ് ഈ പോയിന്റ് പറയണത്? വൃത്തത്തിലെ ഒരു ബിന്ദുവിലൂടെ ഏതെങ്കിലും ഒരു ബിന്ദുവിലൂടെ പോണ തൊടുവര, ഈ ഒരു തൊടുവര എന്ന് പറയണത് ഈ ബിന്ദുവിലൂടെയുള്ള വ്യാസം. ഈ ബിന്ദു, ഇപ്പോൾ ഇതാണ് ഇവിടെ ബിന്ദു എന്ന് വിചാരിക്കുക. ഞാൻ വരയ്ക്കുമ്പോൾ ഈ തൊടുവര ഇപ്പോൾ ഒന്നിലധികം ബിന്ദുക്കളിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അത് എൻ്റെ വരയുടെ പ്രശ്നം. അപ്പോൾ പക്ഷേ ശരിക്കും തൊടുവര എങ്ങനെയാണ്? വൃത്തത്തിൽ ഒരൊറ്റ ബിന്ദുവിൽ മാത്രമാണ് തൊടണത്. അപ്പോൾ ആ ബിന്ദുവിലൂടെയുള്ള വ്യാസം, ഇപ്പോൾ ഏതാ വൃത്തത്തിൻ്റെ കേന്ദ്രം? ഇത്. അപ്പോൾ ഈ ബിന്ദുവിലൂടെയുള്ള ഇങ്ങനെ ഒരു വ്യാസം വരച്ചു കഴിഞ്ഞാൽ ഈ വ്യാസവും ഈ തൊടുവരയും തമ്മിൽ, അതായത് ഈ ടാൻജൻറ്റും ഈ ഡയമീറ്ററും തമ്മിൽ എന്തായിരിക്കും? 90 ഡിഗ്രി ആംഗിളായിരിക്കും. മനസ്സിലായോ? അതായത് ഈ ഒരു വൃത്തത്തിലെ ഒരു വ്യാസം, ഈ വ്യാസത്തിൻ്റെ ഒരു അറ്റത്തെ ഒരു ബിന്ദു, ഈ ബിന്ദുവിലൂടെ ഒരു തൊടുവരയുണ്ട്. ആ ബിന്ദുവിലൂടെയുള്ള ഈ തൊടുവര അല്ലെങ്കിൽ ടാൻജൻറ്റ്, ഈ പോയിന്റിലുള്ള ഈ ടാൻജൻറ്റ് ഈ ഡയമീറ്ററിന് എങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. മനസ്സിലായോ? ഇനിയിപ്പോൾ ഇവിടെ ഒരു ടാൻജൻറ്റ് വരച്ചു. ഇതാണ് ബിന്ദു എന്ന് വിചാരിക്കുക. ഈ ബിന്ദുവിലേക്കുള്ള ഈ ബിന്ദു എൻ പോയിൻ്റ് ആയിട്ട് വരുന്ന ഒരു ഡയമീറ്റർ വരച്ചു. കണ്ട, ഈ ഡയമീറ്ററും ഈ ടാൻജൻറ്റ് എങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ലംബമായിരിക്കും. മനസ്സിലായല്ല? അപ്പോൾ ഒരു
പോയിന്റിലൂടെ ഒരു ടാൻജൻറ്റ് വരച്ചിട്ടുണ്ടെങ്കിൽ ആ പോയിന്റിലൂടെയുള്ള ഒരു ഡയമീറ്ററിന് അത് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇപ്പോൾ ഇത് ഡയമീറ്ററിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് അതിൻ്റെ ആരത്തിനും എന്തായിരിക്കും? ലംബമായിരിക്കും അല്ലേ? ഇവിടം വരെ എടുത്താലും ഇത്രയും ഭാഗം വെച്ചിട്ട് നമുക്ക് എന്തെന്ന് പറയാം? ലംബമാണ് എന്ന് പറയാം അല്ലേ? ഇതിപ്പോൾ സെൻറ്ററാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇത് നോക്കിയേ, ഇതാണ് ഇതിൻ്റെ സെൻറ്റർ. ഇവിടെ ഒരു തൊടുവര, ഒരു ബിന്ദുവിലൂടെ തൊടുവര വരച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ബിന്ദുവിലേക്കുള്ള ഈ ആരം എന്ന് പറയുന്നത് ഏതാ? ഇതാണ്. ഈ ആരവും ഈ തൊടുവര അല്ലെങ്കിൽ ഈ ടാൻജൻറ്റും തമ്മിൽ, ഈ റേഡിയസും ഈ ടാൻജൻറ്റും തമ്മിൽ എങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. മനസ്സിലായോ? ഇത് പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ലംബമായിരിക്കും. ഇനി ഏതെങ്കിലും ഒരു റേഡിയസും ഏതെങ്കിലും ഒരു ടാൻജൻറ്റ് പെർപെൻഡിക്കുലർ ആവോ? ഇല്ല. ഈ സെയിം പോയിന്റിലേക്ക് വരുന്ന റേഡിയസും അല്ലെങ്കിൽ ഡയമീറ്ററും ആ സെയിം പോയിന്റിലൂടെയുള്ള ടാൻജൻറ്റും ആണ് എന്താവുക? പെർപെൻഡിക്കുലർ ആവുക. അത് മറക്കരുത്. സെയിം പോയിന്റിലൂടെയുള്ള റേഡിയസ് ഓർ ഡയമീറ്റർ, പിന്നെ സെയിം പോയിന്റിലൂടെയുള്ള ടാൻജൻറ്റ്, ഇതാണ് എന്ത്? പെർപെൻഡിക്കുലർ. ഈ ടെക്സ്റ്റിലെ ഈ പിക്ചർ നമുക്കൊന്ന് വരച്ച് നോക്കാം. ഈ പിക്ചറിൽ ഇപ്പോൾ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? ഒരു സർക്കിൾ ഉണ്ട്. സർക്കിളിൻ്റെ റേഡിയസ് ഇതേ ഇവിടുത്തെ ഈ ലൈൻ, ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ലൈനിൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ട് 2 സെൻറ്റിമീറ്റർ. അതെന്താണ്? ഇതിൻ്റെ റേഡിയസ് ആണ്. അപ്പോൾ റേഡിയസ് 2 സെൻറ്റിമീറ്റർ ആയൊരു സർക്കിളാണിത്. പിന്നെ എന്താണ്? ഇങ്ങോട്ടേക്കൊരു ലൈൻ ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ലൈനും ഉണ്ട്. ഈ ഒരു ലൈനാണ് എന്ത്? നമ്മുടെ ടാൻജൻറ്റ് അല്ലേ? ഈ പോയിന്റിലൂടെ, ഈ ഒരു പോയിന്റിലൂടെ പോകുന്ന ടാൻജൻറ്റ് കണ്ടോ? ഇതാണ് തൊടുവര. ഇനി ഇവിടുത്തെ ഒരു ആംഗിൾ തന്നിട്ടുണ്ട്. ഈ തൊടുവരയും ഈ വരയും തമ്മിലുണ്ടാക്കുന്ന ഒരു ആംഗിൾ 25 ഡിഗ്രി എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇനി ഇതാണ് നമുക്ക് വരയ്ക്കേണ്ട പിക്ചർ. നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ 2 സെൻറ്റിമീറ്റർ ആരത്തിലുള്ള ഒരു സർക്കിൾ വരയ്ക്കുക. 2 സെൻറ്റിമീറ്റർ ആരത്തിൽ എങ്ങനെയാണ് സർക്കിൾ വരയ്ക്കണത്? 2 സെൻറ്റിമീറ്റർ കോമ്പസിൽ നോക്കുക, എന്നിട്ട് അത് വെച്ചിട്ട് ഒരു സർക്കിൾ വരയ്ക്കുക. ഇവിടെ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഇനി ഇവിടുത്തെ ഒരു ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഒരു ആംഗിൾ എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 25 എന്ന് തന്നിട്ടുണ്ട്. ഇനി ഈ ആംഗിൾ എത്രയാണെന്ന് നമുക്കറിയാം. നമ്മളിപ്പോൾ പഠിച്ചുള്ളൂ അല്ലേ? ഒരു റേഡിയസ്, ഒരു പോയിന്റിലേക്ക് എത്തണ ആ റേഡിയസും ആ പോയിന്റിലൂടെയുള്ള ടാൻജൻറ്റും തമ്മിൽ എങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും, ലംബമായിരിക്കും അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഈ ആരവും ഈ പോയിന്റിലൂടെ പോണ ഈ ഒരു തൊടുവരയും തമ്മിൽ എന്തായിരിക്കും? ലംബമായിരിക്കും. അപ്പോൾ ഇത് എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. ഇത് എത്ര ഡിഗ്രിയാണ്? 25 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് 90ഉം ഇത് 25ഉം ആണെങ്കിൽ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? എത്ര ഡിഗ്രി ആയിരിക്കും? മൊത്തം എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രിയാണ് അല്ലേ? ഇതൊരു ത്രികോണാണ്, അതായത് ട്രയാങ്കിളാണ്. ട്രയാങ്കിളിലെ 2 ആംഗിൾസ് നമുക്കറിയാം. 2 ആംഗിൾസ് 90 ഡിഗ്രിയും 25 ഡിഗ്രി ആണെങ്കിൽ മൊത്തം 180ന്ന് അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? തേർഡ് ആംഗിൾ കിട്ടും. അപ്പോൾ തേർഡ് ആംഗിൾ എത്രയാണെന്ന് കിട്ടി? 65 ഡിഗ്രിയാണെന്ന് കിട്ടി. അത് ഏത് ആംഗിളാണ് നമുക്ക് കിട്ടിയത്? 65 എന്ന് കിട്ടിയത് ഈ ആംഗിളാണ് നമ്മുടെ 65 ഡിഗ്രി ആയിട്ട് വരുന്നത്, ഈ ഒരു ഭാഗം. അപ്പോൾ നമുക്ക് 3 ആംഗിൾസും കിട്ടി. ഇനി നമുക്ക് വരയ്ക്കാം. ആദ്യം തന്നെ ഇവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ നീട്ടി ഒരു വര വരയ്ക്കുക. ഇനി ഇവിടെ നിന്ന് നമുക്കറിയാം എത്ര ഡിഗ്രിയാണ്? 65 ഡിഗ്രിയാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് 65 ഡിഗ്രിയിലേക്കുള്ള ഒരു പോയിൻ്റ് നോക്കാം. അവിടെ നിന്ന് 60 കറക്റ്റായിട്ട് വയ്ക്കണം ലൈനൊക്കെ. ഈ എപ്പോഴും 0 പ്രൊട്രാക്ടർ വെച്ചിട്ട് അളക്കുമ്പോൾ ഈ 0 എടുക്കണം ആ 0 എടുക്കണോ എന്നുള്ള കൺഫ്യൂഷൻ വേണ്ട. ഈ ലൈൻ ഏത് ഭാഗത്തേക്ക് ആ ഭാഗത്തെ 0 വെച്ചിട്ടാണ് നമ്മൾ മെഷർ ചെയ്യേണ്ടത്. അത് തെറ്റിക്കരുത്. അപ്പോൾ ഈ 0യിൽ നിന്ന് തുടങ്ങിയിട്ട് 60, അപ്പോൾ 0, 10, 20, 30, 40, 50, 60, ഇനി 65 ഇവിടെയാണ് ആ പോയിൻ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു ആംഗിളിലായിരിക്കണം ഈ ലൈൻ വരയ്ക്കുക. ഇത്രയും നീട്ടി വരയ്ക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഇവിടം വരെ ആവശ്യമുള്ളൂ. അപ്പോൾ ഈ ഒരു ആംഗിൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിൻ്റ് ഇട്ടു, കറക്റ്റായിട്ട് വയ്ക്കുക. സെൻറ്റർ ഇവിടെ, പോയിൻ്റ് ഇവിടെ, ഒരേ ലെവലിൽ വരണം അത്. എന്നിട്ട് നമുക്ക് ഇവിടം വരെ വരയ്ക്കാം. അപ്പോൾ എന്ത് കിട്ടി? ഇത് 2 സെൻറ്റിമീറ്റർ ആണ്. ഇത്രയും ഭാഗം കിട്ടി.
ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കൊരു ഇത് വരയ്ക്കണം. അപ്പോൾ ഇവിടെ നിന്നിട്ടുള്ള ഈ ഒരു ആംഗിൾ എത്രയാണ്? എപ്പോഴും ഈ ലൈൻ, ഈ ആരവും ഈ തൊടുവരയും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും അത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് 90 ഡിഗ്രിയിലേക്ക് ഒരു ബിന്ദു അടയാളപ്പെടുത്താം. ബിന്ദു ഇവിടെയാണ്, ഇവിടെയാണ് ആ ബിന്ദു. അങ്ങനെയാണെങ്കിൽ ഈ സ്കെയിൽ വെച്ചിട്ട് ആ ഒരു ചെരുവിൽ തന്നെ, അതായത് ഈ ബിന്ദുവിലേക്ക് വരുന്ന രീതിയിൽ നമുക്കൊരു ലൈൻ വരയ്ക്കാം. ഈ ലൈനും കൂടി ഒന്ന് നീട്ടി വരച്ചാൽ മതി. എന്തായി? ഇതാണ് ചിത്രം. ഇതെത്ര ഡിഗ്രി ആയിരിക്കും? ഇത് 25 ഡിഗ്രി. ഇതെത്ര ഡിഗ്രി ആയിരിക്കും? ഇത് 65 ഡിഗ്രി. ഇതെത്ര ഡിഗ്രിയാണ്? ഇത് 90 ഡിഗ്രി. മനസ്സിലായല്ലോ? അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഈ 2 സെൻറ്റിമീറ്റർ ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ട് ഇവിടെ നിന്ന് 65 ഡിഗ്രിയിൽ ഈ റേഡിയസ് വരച്ചു. ഈ റേഡിയസിൽ നിന്ന് 90 ഡിഗ്രിയിൽ ഈ ടാൻജൻറ്റ് വരച്ചു. ഈ ടാൻജൻറ്റ് എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് പിക്ചർ നോക്കിയിട്ട് കറക്റ്റ് ആക്കണം കേട്ടോ. ടെക്സ്റ്റിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് നീട്ടി അങ്ങ് വരയ്ക്കാം. അപ്പോൾ ഈ ടാൻജൻറ്റ് വരച്ചു. അതിന് ശേഷം ഈ ടാൻജൻറ്റും ഈ ലൈനും തമ്മിൽ മീറ്റ് ചെയ്യണം ഈ പോയിൻ്റ്. അങ്ങനെ എല്ലാം കിട്ടി.